ഞാൻ റജി ജുള്ളാനി, കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ചെയർമാൻ. അദ്ദേഹം ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, അദ്ദേഹം വൈസ് ചെയർമാനാണ്. ഓപ്പൺ ചർച്ച് മൂവ്മെൻറ്റിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ മാത്യു കൂട്ടൽ, അദ്ദേഹം പ്രസിഡന്റാണ്. ജില്ലാ സെക്രട്ടറി ശ്രീ എം എൽ റോയ്, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാരിച്ചൻ. ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്നത്തെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കത്തോലിക്ക സഭയിലെ പുരോഹിതർ സഭയ്ക്കുള്ളിലും പുറത്തും വലിയ പ്രക്ഷോഭത്തിലാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ മുദ്രാവാക്യം വിളിച്ച്, അസഭ്യ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് തമ്മിൽ അടിപിടി കൂടുകയും അതുപോലെ തന്നെ കൈകാലുകൾ തല്ലിയൊടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിന്ന് കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഏറ്റവും ആദരപൂർവം ക്രിസ്ത്യാനികൾ വീക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയും അതിൻ്റെ ബലിപീഠവും അതും തല്ലി തകർക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി. ഇത് ഒന്നിനൊന്നിന് ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യം ക്രിസ്തീയ സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഒരു ദുസൂചനയാണ്. അതുകൊണ്ട് ഞങ്ങൾ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് രണ്ട് ചേരിയിരിക്കുന്ന ഈ പുരോഹിതരുടെ ഗുണ്ടാ വിളയാട്ടം, അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടു പക്ഷവും ചേരാത്ത വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യാതെ മാർഗമില്ലാത്ത സാഹചര്യമായി. അതുകൊണ്ട് എറണാകുളം പക്ഷമെന്നോ ചങ്ങനാശ്ശേരി പക്ഷമെന്നോ പക്ഷം പിടിക്കാതെ തന്നെ സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച 1:30 കട്ടപ്പനയിൽ നമ്മളൊരു യോഗം വിളിച്ച് ചേർക്കുകയാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ നാണക്കേടാണ് ഈ പുരോഹിതർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പഴയകാല ക്രിസ്തീയ വിശ്വാസം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ പ്രതീകങ്ങളായിരുന്നു ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ജനസമൂഹത്തിന് മുമ്പിൽ എല്ലാവരും ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വിഭാഗം വളരെ ആദരിക്കപ്പെട്ടിരുന്നു, ബഹുമാനിക്കപ്പെട്ടിരുന്നു. അതുപോലെ എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവച്ചിരുന്നു. ഇന്ന് പണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദൂർത്തടിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ടുമാണ് ഇന്ന് ഭൂരിപക്ഷം പുരോഹിതരും സഭയിൽ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള വലിയ ഇഷ്യൂസാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇവർ വെച്ചിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അത് ജനാഭിമുഖമായാലും കുഴപ്പമില്ല, അൾത്താര അഭിമുഖമായാലും കുഴപ്പമില്ല. ഏത് സ്ഥലത്തേക്ക് തിരിഞ്ഞ് നിന്ന് പുരോഹിതൻ കുർബാന അർപ്പിച്ചാലും ബലിയർപ്പിച്ചാലും അത് സ്വീകരിക്കാൻ ഇവിടുത്തെ വിശ്വാസജനം തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതാണ്, ഇനിയെങ്കിലും ഈ അവസ്ഥ തുടരാതെ, ഈ അവസ്ഥ തുടർന്നാൽ നാട്ടിൽ രക്തപ്പുഴ ഒഴുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനും സഭയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം പുരോഹിതരെ, കന്യാസ്ത്രീകളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എറണാകുളം പട്ടണത്തിലൂടെ ഒരു പറ്റം കന്യാസ്ത്രീകളും പുരോഹിതരും ജയ് വിളിച്ച്, സിനഡിനെതിരെ ചീത്ത വിളിച്ച്, പരസ്പരം ബിഷപ്പുമാർക്കെതിരെ ചീത്ത വിളിച്ച്, പുരോഹിതർക്കെതിരെ ചീത്ത വിളിച്ച് ചുറ്റി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ടൗൺ ചുറ്റി നടക്കുക, മുദ്രാവാക്യം വിളിച്ച്. ഇത് തീർച്ചയായിട്ടും ക്രിസ്തീയ സമൂഹത്തിന് അപമാനകരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് മാറ്റമുണ്ടാകണം. ഇവർ ഈ വിഷയം സഭയുടെ കേന്ദ്രങ്ങളിൽ, സ്ഥാപനങ്ങളിൽ വെച്ച് അത് പരിഹരിക്കണം, ചർച്ച ചെയ്ത് പരിഹരിക്കണം. നമുക്കുണ്ട് സിനഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബിഷപ്പ് ഹൗസുകളുണ്ട്, ദേവാലയങ്ങളുണ്ട്. ഇതിനുള്ളിൽ നിന്ന് ഈ തർക്കങ്ങൾ സമാധാനപരമായി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പറയാനുള്ളത്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ സഭാവിരുദ്ധ നടപടികളിൽ നിന്നും പുരോഹിതര്, കന്യാസ്ത്രീകൾ ഒരു പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അതിനോട് യോജിക്കുന്ന ആളുകളുടെ ഒരു സമ്മേളനമാണ് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വിസ ഫോർ സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ കൂടുന്നത്. അതിൽ കഴിയുന്നത്ര ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ബാബു സെബാസ്റ്റ്യൻ. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ദേവാലയത്തിലേക്ക് പോകുന്നത് അവൻ്റെ ഒരാഴ്ചത്തെ അല്ലെ ഒരു ദിവസത്തെ നാളുകൾ എത്രയും ആവട്ടെ, അവൻ്റെ പ്രശ്നങ്ങളും അവൻ്റെ പ്രതിസന്ധികളും ഒക്കെ അവശേഷിക്കുന്നെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും തിരിച്ച് വീടിലേക്ക് പോവുക എന്നുള്ള ചിന്തയോടുകൂടി ഒരാൾ ദേവാലയത്തിൽ വരുമ്പോൾ അതിലും കലുഷിതമായ ഒരു സാഹചര്യമാണ് ആ ദേവാലയത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു സാധാരണ വിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കൂടി ഇനി ചിന്തിക്കേണ്ടത്. ഇപ്പൊ ചൂഷകനും ചൂഷിതരുമായി രണ്ട് വിഭാഗമായി മാറുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സഭാ തർക്കം എന്ന് പറയുന്നത് ഇന്നൊരു പകർച്ചവ്യാധി പോലെ വന്നിരിക്കുകയാണ്. ഒരു സഭയിൽ മാത്രമല്ല, പലയിടത്തും അത് കാണുക. ഇപ്പൊ കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥിതി തികച്ചും സാധാരണമായി ചിന്തിക്കുന്ന ഒരു വിശ്വാസിയെ ബലി എന്ന് പറയുമ്പോൾ, ദിവ്യബലി എന്ന് പറയുമ്പോൾ, കുർബാന എന്ന് പറയുമ്പോൾ അത് സാക്രിഫൈസ് ആണ്, പരിത്യാഗമാണ്. ആ ത്യാഗത്തിന് വേണ്ടി അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ശരീരം നൽകിക്കൊണ്ട് അത്രയും വലിയ ഉദാത്തമായ മാതൃക കാണിച്ച ക്രിസ്തുവിനെ ഇന്ന് അവഗണിക്കുന്ന പരിപാടികളാണ് ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്നത്. നമുക്കത് ചിന്തിക്കാനോ സഹിക്കാനോ പറ്റുകയില്ല. അതിനെതിരെ തീർച്ചയായും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും, പക്ഷേ പലരും പറയുകയില്ല, പലരും പ്രതികരിക്കുകയില്ല, പലരും മൗനം പാലിക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ പലത് കാണും. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഇവർക്ക് സ്ഥാനമില്ലാതായിരിക്കുന്നു. അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമൂഹം പലയിടത്തായി വന്നുകൊണ്ടിരിക്കുന്നു. പലരുമായി നമ്മൾ സംസാരിക്കുന്നു, പലരും നമ്മളെ വിളിക്കുന്നു. പക്ഷേ ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദിയാണ് ഇല്ലാത്തത്. വസ്തുതയിൽ അതാണ് ഇനി ഉണ്ടാകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എവിടെയാണ് ക്രിസ്തു, എവിടെയാണ് ജീവൻ, എവിടെയാണ് സത്ത, എവിടെയാണ് പരിണാമം. ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ആ ചിന്തയിലേക്കാണ് ഇനി ജനം വരേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഉറപ്പാണ് ദിവ്യബലി എന്ന് പറയുന്നത് പരിശുദ്ധമായ ബലിയായി എന്ന് മാറും. അതിനുവേണ്ടിയാണ് ജനം കാത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷമത്തോടുകൂടി വന്നിട്ട് അതിലും വലിയ ദുർഘടാവസ്ഥയിലേക്ക് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദുസ്ഥിതി ഇനി ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ജനങ്ങൾ സമ്മേളിക്കേണ്ടത്. പലരോടും സംസാരിച്ചു, അവരൊക്കെ പറയുന്ന ഇതാണ്, ഞങ്ങൾക്ക് എന്താണ് കുഴപ്പം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എവിടെ നിന്ന് ഒരു കുഴപ്പമില്ല കുർബാന ചെല്ലാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഫലിതത്തോടുകൂടിയെങ്കിലും എനിക്കതിന് മറുപടി കിട്ടി. ഈ സഭാ തർക്കം പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. അതുകൂടി നിങ്ങളുടെ മുമ്പ് ഞാൻ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കിഴക്ക് വശത്ത് ഓൾട്ടർ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഓൾട്ടർ, പലയിടത്തും നമുക്കിപ്പോൾ അൾത്താര ഒക്കെ കാണാം. അപ്പം ഇടത്തോട് തിരിഞ്ഞു നിൽക്കണോ, വലത്തോട് തിരിഞ്ഞു നിൽക്കണോ, പുറകോട്ട് തിരിഞ്ഞു നിൽക്കണോ, അതോ മുൻഭാഗത്തോട് തിരിഞ്ഞു നിൽക്കണോ? ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അൾത്താര സൈഡിൽ വരുന്നതുകൊണ്ടല്ലേ ഈ കുഴപ്പം? ഈ ഒരു അൾത്താര പള്ളിയുടെ സെന്ററിലൊക്കെ വെച്ചാൽ എന്താ കുഴപ്പം? ഒരു ചെറിയ ഡെസ്ക് ഇട്ടിട്ട് തിട്ടാൽ മതിയല്ലോ, വലിയ പൈസ ഒന്നും മുടക്കണ്ട. അപ്പൊ ഇനി പുറകുവശം കാണേണ്ടവർക്ക് ആ ഒരു സൈഡിൽ ഒന്നിക്കാം, ഇപ്പുറം കാണേണ്ടവർക്ക് ആ സൈഡിൽ ഒന്നിക്കാം. ഇത് പരിഹാരം വളരെ എളുപ്പമായില്ലേ? അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതാണോ ഇത്? എങ്കിൽ അങ്ങനെയാവട്ടെ. ഏതായാലും ഈ പരസ്യമായി നിരത്തുകളിൽ ഇറങ്ങി വന്നു നിന്നിട്ട് സാധാരണ ജനങ്ങളെ അവഗണിക്കുന്ന വിധത്തിലേക്ക് ഈ പുരോഹിതര ശ്രേഷ്ഠരും ഒന്നും വരരുതേ എന്നാണ് ഇവിടുത്തെ സാമാന്യ ജനത്തിന്റെ അല്ലെങ്കിൽ സാമാന്യ വിശ്വാസിയുടെ അല്ലെ കുഞ്ഞാടിന്റെ ആഗ്രഹം എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടിയാവണം ഇനി തയ്യാറാവേണ്ടത്. അപ്പോൾ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തിനു വേണ്ടി? സമാധാനം സംരക്ഷിക്കപ്പെടാൻ, ഒരു നവീകരണം ഉണ്ടാവാൻ, ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആദ്യകാല സഹോദര്യത്തിന്റെ സഭ പോലെ നിൽക്കാൻ പാകത്തിന് ബലിയർപ്പിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? നിനക്ക് നിന്റെ കൂട്ടുകാരനോട് അല്ലെ മറ്റുള്ളവരോട് എതിർപ്പുണ്ടെങ്കിൽ നിന്റെ ബലിവസ്തുവോടെ വെച്ചിട്ട് വന്നിട്ട് അത് അവനുമായി രമ്യപ്പെട്ടതിന് ശേഷം നീ ബലിയർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ കർത്താവിനെയാണ് ഇന്ന് എല്ലാവരും കാണുന്നത്. പക്ഷേ ഇന്നതെല്ലാം മാറിപ്പോയിരിക്കുന്നു. ബൈബിൾ വചനത്തിനോ ഒക്കെ പ്രസക്തി ഇല്ലാത്ത വിധത്തിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സഭാ പ്രസ്ഥാനത്തെ ഒന്ന് ഉയർത്തിയെടുക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. നിരവധിയായ വളരെയധികം പ്രതിനിധികൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതിനിധികളായി ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ജില്ലാ പ്രസിഡന്റ്
നീതിക്ക് വേണ്ടിയുള്ള ഒരു നിലനിൽപ്പിന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇന്നോട് കൂടി സഭ നീതിക്ക് വേണ്ടിയുള്ള വിശ്വാസികൾക്കും രോഗികൾക്കും എല്ലാവരും സത്യസന്ധവും നീതിയുമായിട്ട് നിൽക്കണം. ഇത് മാത്രമല്ല. ഒരു സാധാരണ സഭാവിശ്വാസി എന്ന നിലയിൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ചെല്ലുമ്പോൾ ലജ്ജിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് സഭയിൽ നിന്നുണ്ടാക്കുന്നത്. ഒരു കണക്കിന് അത് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം സമ്പത്താണ്. ഈ സമ്പത്തിൻ്റെ അതിപ്രസരം യഥാർത്ഥത്തിൽ പറയുന്നത് ന്യൂനപക്ഷമായ ആൾക്കാരിൽ മാത്രമാണ്. ബഹുഭൂരിപക്ഷം ക്രിസ്തീയ വിശ്വാസികൾക്കും ഈ സഭയുടെയോ സഭയിൽ നിന്ന് ലഭിക്കേണ്ടതായ സാമ്പത്തിക സ്രോതസ് ഒന്നും ലഭിക്കാതെ ഇത് ചുരുങ്ങിയ ശതമാനം ആൾക്കാർ ഈ സഭയുടെ മേൽത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്നുണ്ട്. ആ മേൽത്തട്ടിൽ ലഭിക്കുന്ന ആൾക്കാർ തമ്മിൽ ഈ സാമ്പത്തിക വിഷയങ്ങൾ കൊണ്ട് മാത്രമാണ് പരസ്പരം കടിച്ചുകീറാനും ഈ തെരുവിലിറങ്ങിയുള്ള ഈ സന്നാഹങ്ങൾ കൂടുന്നതും കാരണം ഓരോ ക്രിസ്തീയ വിശ്വാസിയും എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് ഒരു വിചിന്തനം നടത്തി എവിടെയാണ് ഇതിൻ്റെ ഈ കുഴപ്പം എന്ന് മനസ്സിലാക്കി സ്വയം അവൻ ഈ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതി മനസ്സിലാക്കിക്കൊണ്ട് അവനെ ബോധവൽക്കരിക്കുക, അവൻ്റെ അവകാശങ്ങളെ നേടിയെടുക്കുക, അടിമത്തത്തിൽ നിന്ന് അവനെ രക്ഷിക്കുക എന്നുള്ള അവനെ സ്വന്തം കാര്യവും അവൻ്റെ ഒരു വ്യക്തി എന്നുള്ള നയിച്ച് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഞങ്ങളിവിടെ സമീപിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിലൂടെ ഈ സംഭവിച്ചിരിക്കുന്ന എല്ലാ കുറ്റങ്ങൾക്കും ഒരു പരിഹാരം കാണുന്നതിനും ഈ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നതിനും ഈ വിശ്വാസികളെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഈ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന് ഞങ്ങൾ താമസിക്കാതെ തന്നെ എല്ലാ മേഖലകളിലേക്കും ഇതിൻ്റെ ഈ വിത്ത് ഞങ്ങൾ വിതറുന്നതാണ്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും എല്ലാ പാവങ്ങളായ സഭാവിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ജില്ലാ സെക്രട്ടറി ശ്രീ എം.എൽ. റോയ്. വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്നകത്തി ഓരോരുത്തരെയും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന രീതിയിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സഭാ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റമുണ്ടായി വിശ്വാസികളെ കൂടുതൽ വിശ്വാസത്തിലോട്ട് അടുപ്പിക്കുവാൻ വേണ്ടി ഈ സഭാ നേതൃത്വത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എല്ലാ വിശ്വാസികളും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങണം. അത് ഈ പിരിവും കാര്യങ്ങളും എല്ലാം ഇപ്പം വിശ്വാസത്തിന് പേരിലല്ല, ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമുള്ളതായി ഓരോ ഇടവകളിലും മാറിയിരിക്കുകയാണ്. അതെല്ലാം സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കി അതിനെല്ലാം ഒരു മാറ്റം വരുത്തണമെങ്കിൽ അവരൊരു തീരുമാനം മനസ്സിലെടുക്കണം. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ആ ഒരു തീരുമാനം സക്സസ് ആയ ഈ പ്രശ്നങ്ങൾ, സഭയിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും എന്നാണ് ഓപ്പൺ മൂവ്മെന്റ് ചർച്ചിൻ്റെ ഒരു നിഗമനം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം?